Okay. Good morning. ഇന്നത്തെ ക്ലാസ് നമ്മൾ ജീനിക് ബാലൻസ് തിയറി, ബാർ ബോഡീസ്, ഡോസേജ് കോമ്പൻസേഷൻ ആൻഡ് ലയൺ ഹൈപ്പോതെസിസ്. First of all, what is Genic Balance Theory? നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം എന്താണ് ജീനിക് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ? The word meaning itself provide the content of the present class. There is a balance between the genes. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ലെസൺ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്സ് ഡിറ്റർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ജീനിക് ബാലൻസ് തിയറി പറയുന്നത് ഹൗ ദ സെക്സ് ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദ ബാലൻസ് ഓഫ് ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജീനോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ജീനിന്റെ ബാലൻസ് വെച്ചിട്ട് എങ്ങനെയാണ് മെയിലിനെയും ഫീമെയിലിനെയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. വി നോ ദ XX ആൻഡ് XY, these are the two sex chromosomal constitution in human beings. Then both the sexes or the chromosomes in female, that is XX, whereas the male has two different genes, two different chromosomes, X and Y. And we know the Y is very small in size and the number of genes located on this Y chromosome is also very less. And how these two chromosomes maintain the characters of species, the human beings എന്ന് പറയുന്ന സ്പീഷീസിന്റെ ക്യാരക്ടർ മെയിലിനകത്തും ഫീമെയിലിനകത്തും എങ്ങനെയാണ് ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, അതിനു വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നേച്ചർ ചെയ്തു വെച്ചേക്കുന്നത്, അതിനെ കണ്ടുപിടിച്ചേക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റഡീസ് നടത്തി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പല തിയറീസും ഫോം ചെയ്തിട്ടുണ്ട്. Among that, this is the genetic balance theory is one of that, and it is formulated by Calvin Bridges in 1921, and he made studies on Drosophila. ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് both the autosomes and sex chromosomes have an equal share in sex determination. സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഓട്ടോസോംസും സെക്സ് ക്രോമസോമിനും ഈക്വൽ ആയിട്ടുള്ള എന്താണ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ കൺസെപ്റ്റിനകത്ത് പറയുന്നത്. മീൻസ് ഓട്ടോസോം വി നോ ദ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ 22 pairs of chromosomes in autosomes and sex chromosomes are a pair. ഒരു പെയർ ആണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്, മറ്റേത് 22 പെയർസും ഉണ്ട്. ഇതിനെ രണ്ടിനും കൂടെ ഒരു പ്രത്യേകമായ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു റേഷ്യോ വരുന്നത് കൊണ്ടാണ് മെയിൽ എന്നും ഫീമെയിൽ എന്നും പറഞ്ഞ് രണ്ട് തരത്തിലുള്ള സെക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓട്ടോസോംസ് ക്യാരി ദ ജീൻസ് ഫോർ മെയിൽനെസ്. ഇവിടെ പറയുന്ന ഈ കൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നതാണ് ഓട്ടോസോമിനകത്തിരിക്കുന്നത് മെയിൽനെസ്സിനുള്ള അല്ലെങ്കിൽ മെയിൽ ക്യാരക്ടേഴ്സിനുള്ള ജീനുകളാണെന്നും എക്സ് ക്രോമസോമിനകത്തുള്ളത് ഫീമെയിൽ ക്യാരക്ടേഴ്സിനുള്ളതാണെന്നും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കും, then what is the role of Y chromosome in male? ഇവിടെ ഇവർ പറയുന്നത് നോ റോൾ ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ വൈ ക്രോമസോമിന് സെക്സിന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഒരു റോളും ഇല്ല എന്നാണ് ജീനിക് ബാലൻസ് തിയറി പറയുന്നത്. അപ്പോൾ വൈ ആൻഡ് എക്സ്, ദീസ് ആർ ദ ടു ക്രോമസോംസ് പ്രസന്റ് ഇൻ മെയിൽ, ബട്ട് ദർ ഇസ് നോ റെസ്പോൺസിബിലിറ്റി, ദർ ഇസ് നോ റോൾ in Y chromosome for determining the sex of the male എന്ന് പറയുന്നു. Whereas the autosomes, 22 pairs of autosomes that have the capacity to decide the maleness, and also the females also have the same 22 pairs of autosomes. Then how this female is remain as the characters of females? അതിൻ്റെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു റേഷ്യോയുടെ ഒരു കാര്യം വരുന്നുണ്ട്. എ സ്പെസിഫിക് റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട്സ് ഓഫ് മെയിൽ ഡിറ്റർമിനിങ്, ദറ്റ് മീൻസ് ഓട്ടോസോമൽ ജീൻസ്, ആൻഡ് ദ ഫീമെയിൽ ഡിറ്റർമിനിങ് എക്സ് ക്രോമസോമൽ ജീൻസ്, ആൻഡ് എ പ്രിസൈസ് ബാലൻസ് ബിറ്റ്വീൻ ദെയർ ഇന്ററാക്ഷൻസ് ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ.
എന്താണ് ഇവിടുത്തെ റേഷ്യോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് അവിടെ പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത്? നോക്കിക്കേ, ദ റേഷ്യോ ഈസ് ടേംഡ് സെക്സ് ഇൻഡെക്സ് എന്ന് പറയും, സെക്സ് ഡിറ്റർമിനിങ് റേഷ്യോ എന്നും പറയും. അങ്ങനെയാണെങ്കിൽ സെക്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെക്സ് ഇൻഡെക്സ് ഈസ് റെപ്രസെന്റഡ് വിത്ത് എ ലെറ്റർ എസ് and number of it is given by number of X chromosomes divided by number of haploid sets of autosomes. Number of X chromosome ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്പർ ആണെങ്കിൽ ഇവിടെ സെറ്റ് ആണ് പറയുന്നത്, ഓട്ടോസോമിന്റെ സെറ്റുകളെയാണ് പറയുന്നത്. X chromosomeന്റെ നമ്പർ represented with X and autosome with A. So the sex index, that means that S is equal to X divided by A. X എന്ന് പറയുന്നതിന്റെ എണ്ണം. In the case of male, it is only 1 in normal condition, and in normal female has 2 X chromosome. അത് എത്രയായിക്കോട്ടെ, ഇവിടെ പറയുന്നത് number of X divided by number of sets in autosome. അതുകൊണ്ടാണ് X by A എന്ന് പറയുന്ന ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു ഫോർമുല ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നോക്കൂ, 2A, that is the set of autosomes, plus XO or XY. Why this is considered as O? Because based on this genic balance theory, there is no role at all. The Y chromosome have no role at all in maleness. അതിനകത്ത് ഒരു റോളും ഇല്ല. അതുകൊണ്ട് we can, or they provide the letter instead of Y, the 0. ഇല്ലേ, XO എന്ന് പറയുന്നുണ്ട്. അത് ഒരു മെയിൽ ആണെങ്കിൽ XA XX എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അതിനെ നമ്പർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിലിനകത്ത് ഒരു എക്സും ഫീമെയിലിന് ഓട്ടോസോം എന്ന് പറയുന്നത് 22 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1/2 എന്ന് എഴുതും, മീൻസ് ഹാഫ്, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0.5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? Then the 2A plus XX means a female. That means 2X or XX divided by 2A എന്ന് പറഞ്ഞാൽ എന്താണ്? 2/2. That means is equal to 1. So the ratio അല്ലെങ്കിൽ ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ മെയിലിന് 0.5 എന്ന് പറഞ്ഞ ഒരു നമ്പറും വരും, ഫീമെയിലിന് 1 എന്ന് പറഞ്ഞ ഒരു നമ്പറും വരും. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. So the intensity of action of the genes for maleness and femaleness is balanced in such a way that an individual becomes a female when the number of X chromosomes is equal to the number of haploid autosome sets. ഫീമെയിലിനകത്ത് പറയുന്നത് എന്താണ്? ഓട്ടോസോം സെറ്റിന് ഈക്വൽ തന്നെയാണ് എക്സ് ക്രോമസോം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് 2/2 എന്ന് പറഞ്ഞത്. 2 X ക്രോമസോം, ദാറ്റ് മീൻസ് 2 X ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 സെറ്റ് A എന്ന് പറയുമ്പോൾ നമ്മൾ again write it as 2. 2/2 means 1. ഇവിടെ മെയിലിന്റെ കാര്യം പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു എക്സേ ഉള്ളൂ, ബൈ 2 ആണ് സെറ്റ്, ഓട്ടോസോമിന്റെ സെറ്റ് 2, അപ്പോൾ 1/2 എന്ന് വരും അല്ലേ? സോ നോക്കിക്കേ, an individual becomes a male when a number of sex chromosomes is just half the number of haploid autosome sets. Therefore, the sex of an individual appears to be determined by the ratio between the number of X chromosomes and the number of haploid autosome sets. അപ്പോൾ ഇവിടെ ഇതാണ് പറഞ്ഞത്, ഒരു മെയിലിനകത്ത് എക്സ് ഡിവൈഡഡ് ബൈ 2 വരും, ഫീമെയിലിനകത്ത് 2/2 വരും. 2/2 is equal to 1 and 1/2 is equal to 0.5. Actually, the normal male has the number 0.5, and similarly in the case of female it would be 1. അതായിരിക്കും എന്തിനകത്ത് വരുന്നത്? ഈ ജീനിക് ബാലൻസ് തിയറി അനുസരിച്ച് നമ്പർ ഓഫ് അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ ഓഫ് ദി സെക്സ് ആൻഡ് ഓട്ടോസോമൽ ക്രോമസോംസിനകത്ത് വരുന്നത് അതാണ്. അപ്പൊ 0.5 and 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മെയിലും നോർമൽ ഫീമെയിലും ആയിരിക്കും. ഇനി
ഇവിടെ വേറൊരു കാര്യം നമ്മൾ പറയാൻ വരുന്നത് ബാർ ബോഡീസ് ആൻഡ് സെക്സ് ക്രോമാറ്റിൻ ബോഡി. ബാർ ബോഡി, യു നോ വാട്ട് ഈസ് ബാർ ബോഡി? ബാർ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാവുന്ന സാധനം ആയിരിക്കണം. എങ്കിലും നമ്മൾ ഇവിടെ അതിനെപ്പറ്റി തന്നെ പറയാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു സംഭവമുണ്ട്, ഡോസേജ് കോമ്പൻസേഷൻ ആൻഡ് ലയൺ ഹൈപ്പോത്തസിസ്. ഇത് പഠിച്ചിട്ട് കയറിയാൽ, ബാർ ബോഡീസിലേക്ക് കയറിയാൽ നമുക്ക് കുറച്ചും കൂടെ വേഗം മനസ്സിലാകും. ദെൻ ജീനിക് ബാലൻസ് തിയറിക്കകത്ത് പറഞ്ഞത് 0.5 എന്ന് പറയുന്നത് മെയിൽ ആണെങ്കിൽ 1 എന്ന് പറയുന്നത് ഫീമെയിൽ ആണെന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ ഞാൻ അതിൻ്റെ x/a എന്ന് പറയുന്നത് 1 ഫോർ ഫീമെയിൽ ആൻഡ് x/a 0.5 ഫോർ മെയിൽ എന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എന്താണ് ഇവിടെ ഡോസേജ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? അടുത്ത ഒരു സംഭവമാണ്. അതും എന്തുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്? ജീനിക് ബാലൻസ് തിയറിയുമായിട്ടും റിലേറ്റഡ് തന്നെയാണ് ഇല്ലേ? ഡോസേജ് കോമ്പൻസേഷൻ, the name itself implies the concept based or concept present in this portion. ഡോസേജ് കോമ്പൻസേഷൻ, ഡോസേജിനെ കോമ്പൻസേറ്റ് ചെയ്തേക്കാണ്. എവിടെ? എന്ത് ഡോസേജ്? ഈ ക്രോമസോമിന്റെ ഡോസേജ്. അത് കോമ്പൻസേറ്റ് ചെയ്തേക്കുന്ന എവിടെയാണ്? ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽ. രണ്ടിനകത്തും എങ്ങനെയോ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത്, എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഡോസേജ് കോമ്പൻസേഷനകത്ത് പറയുന്നത്. ഡോസേജ് കോമ്പൻസേഷൻ ഈസ് എ ജീൻ ബാലൻസിംഗ് മെക്കാനിസം ബൈ വിച്ച് ദ ഇഫക്റ്റീവ് സെക്സ് ഡിപ്പെൻഡന്റ് ഡോസേജ് ഓഫ് X-linked genes is made the same in both the sexes of a species. അത് ഹ്യൂമനകത്ത് മാത്രമല്ല, എല്ലാ സ്പീഷീസിനകത്തും മെയിലിന്റെയും ഫീമെയിലിന്റെയും സെക്സ് ക്രോമസോമിന്റെ എണ്ണം, സെക്സ് ക്രോമസോമിന്റെ ക്യാരക്ടേഴ്സ്, അതിനെ ഈക്വലൈസ് ചെയ്യാനായിട്ടൊരു മെക്കാനിസം ഉണ്ടെന്നാണ് ഡോസേജ് കോമ്പൻസേഷനകത്ത് പറയുന്നത്. ഫീമെയിൽസ് ഇൻ ഹ്യൂമൻ ആണെങ്കിൽ there are 2 X chromosomes, whereas in female it is only 1 X chromosome. And instead of 1 X chromosome, in male 1 Y is present, but the Y is very small in size and number of genes are very less in Y chromosome. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഡിസ്പാരിറ്റി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ അതില്ല. ഹ്യൂമനെ കണ്ടു കഴിഞ്ഞാൽ, ഏത് ആണിനെ കണ്ടാലും പെണ്ണിനെ കണ്ടാലും നമ്മൾ എന്താണെന്ന് പറയും? രണ്ടും മനുഷ്യനാണെന്ന് തന്നെ നമ്മൾ പറയും. അതിനുശേഷം മാത്രമേ നമ്മൾ അത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് നമ്മൾ പറയാറുള്ളൂ. ആ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാനായിട്ട് ഉള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കെ എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേച്ചർ തന്നെ ഇവിടെ ഒരു ബാലൻസ് ഏർപ്പെടുത്തിയേക്കുന്നതെന്നാണ് പറയുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് എ ജീനിക് മെക്കാനിസം വിച്ച് ഈക്വലൈസസ് ദ ഡോസേജ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ദ എക്സ് ലിങ്ക്ഡ് ജീൻസ് ഇൻ ബോത്ത് ദ സെക്സസ് ഓഫ് എ സ്പീഷീസ്. ഡോസേജിനെ അവർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോസേജിനെ ഈക്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അതാണ് നമ്മൾ പറയുന്നത്. ഡോസേജ് കോമ്പൻസേഷൻ ഇൻ ഡ്രോസോഫിലയ്ക്ക് പറയുന്ന അക്കംപ്ലിഷ്ഡ് ബൈ റേസിംഗ് ദ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി. അപ്പൊ വ്യത്യാസം എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്പീഷീസിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള മെക്കാനിസം ആണ് നിലനിൽക്കുന്നത്. നമ്മളുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ കണ്ടീഷനകത്ത് ഇവിടെ ഡോസേജിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ് ക്രോമസോമിനെ അങ്ങ് എന്ത് ചെയ്ത് സപ്രസ് ചെയ്ത് വെച്ചേക്കാണ്. അതേസമയം ഡ്രോസോഫിലയ്ക്കകത്ത് ചെയ്യുന്നത് ഇതാണ്, റൈസിംഗ് ദ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷന് തൊട്ട് മുമ്പുള്ള ഒരു മെക്കാനിസമാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള ഒരുക്കമാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജീൻ അതിന്റെ മെസ്സേജിനെ കൊടുത്തുവിടുന്നത് ഇൻ ദ ഫോം ഓഫ് മെസ്സഞ്ചർ RNA-യിൽ കൊടുത്തുവിടുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റിക്കകത്ത് തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുക ആണ് ആര് ചെയ്യുന്നത്? ഡ്രോസോഫിലയ്ക്കകത്തുള്ള മെക്കാനിസം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഡ്രോസോഫില ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഡോസാണ് മെയിലിന്റെ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വിടുന്ന പ്രോട്ടീന്റെ അളവെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കാനായിട്ടുള്ള മെസ്സഞ്ചർ RNA-യുടെ അളവെങ്കിൽ, അത് 1% ആണെങ്കിൽ, അത് ഫീമെയിൽസിനാണെങ്കിൽ
അത് 2% ആയിരിക്കും. എന്ന് വെച്ചാൽ ഡബിൾ ആയിട്ടായിരിക്കും അത് കൊടുത്തുവിടുന്നത്. എന്ന് വെച്ചാൽ ട്രാൻസ്ക്രിപ്ഷന്റെ ലെവൽ ഹയർ ദാൻ ദ ഫീമെയിൽ, അല്ലെങ്കിൽ ഡബിൾ ആയിട്ടായിരിക്കും, ട്വൈസ് ദ ലെവൽ ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ഇൻ വൺ ഓഫ് ദ എക്സ് ക്രോമസോം ഓഫ് ദ ഫീമെയിൽ. രണ്ടിനകത്തും ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ എങ്കിലും ഒന്നിനകത്ത് ഡോസേജ്, അതിന്റെ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നതിന്റെ അളവിൽ കുറവുണ്ടാവും, അല്ലെങ്കിൽ അളവിൽ കൂടുതലായിരിക്കും. ഫീമെയിൽ ആണെങ്കിൽ അതിന്റെ അളവ് ഡബിൾ ആണെങ്കിൽ മെയിൽസിനകത്ത് അത് കുറവായിരിക്കും. റേസിംഗ് ദ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ഓഫ് ദ എക്സ് ലിങ്ക്ഡ് ജീൻസ് ഇൻ മെയിൽസ് ടു ട്വൈസ് ദ ലെവൽ ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ഇൻ വൺ ഓഫ് ദ എക്സ് ക്രോമസോം ഓഫ് ദ female. It mainly depends upon the quantitative ratio between X chromosome and autosomes. X/A ratio or sex index എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഇവിടെയും പറയുന്നത് അങ്ങനെ തന്നെയാണ്. X/A എന്ന് പറയുമ്പോൾ ഫീമെയിൽ അത് 1 ആണെങ്കിൽ അതിന്റെ ഹാഫ് മാത്രമാണ് മെയിലിനകത്ത് പറയുന്നത്. ഇങ്ങനെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു മെക്കാനിസം ഡ്രോസോഫിലയ്ക്കകത്ത് പറയുന്നുണ്ട് എങ്കിലും ഇതിന് ഒരു മോളിക്കുലാർ ബേസിസിലുള്ള എവിഡൻസ്, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോഴും അജ്ഞാതമാണെന്നാണ് അവർ പറയുന്നത്. അതിന്റെ ഏത് രീതിയിലാണ് ഇതിന്റെ മോളിക്കുലാർ ലെവലിൽ ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും എന്താണ് ഡെഫിനറ്റ്ലി അത് നോട്ട് ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റുഡ് എന്നാണ് സയന്റിഫിക് വേൾഡ് തന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അതാണ് ഡ്രോസോഫിലയുടെ കോമ്പൻസേഷൻ മെത്തേഡ് എങ്കിൽ ഡോസേജ് കോമ്പൻസേഷൻ ഇൻ മാമൽസ്. അതിന് ഒരു പറയുന്നത് എന്താണ്? പെർമനന്റ് ഇനാക്ടിവേഷൻ ഓഫ് one of the two X chromosomes of the somatic cells of females by extreme heterochromatinization or condensation എന്നാ പറയുന്നത്. എന്താണ് പറയുന്നത്? പെർമനന്റ് ഇനാക്ടിവേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഇനാക്ടിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് പിന്നെ ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യത്തില്ല, അല്ലെ? ഫങ്ഷണൽ അല്ല എന്നാണ് അതിന്റെ മീനിങ്. പെർമനന്റ് ഇനാക്ടിവേഷൻ ഓഫ് വൺ ഓഫ് ദ 2 X ക്രോമസോം, രണ്ട് എക്സ് ക്രോമസോമിനകത്ത് ഒരെണ്ണത്തിന് പെർമനന്റ് ആയിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യുന്നു ഓഫ് ദ സൊമാറ്റിക് സെൽസ് ഓഫ് ഫീമെയിൽസ് ബൈ എക്സ്ട്രീം heterochromatinisation or condensation. Extreme chromatinization ആണ്, extreme heterochromatinisation ആണ്. ഇവിടെ ഒരു സി എക്സ്ട്രാ കിടക്കുന്നു, അത് തെറ്റാണ് കേട്ടോ. ഹെറ്ററോ എന്നേ ഉള്ളൂ, സി ഇല്ല. heterochromatinisation or condensation. heterochromatin എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനാക്റ്റീവ് ക്രോമസോംസ് ആയിരിക്കും heterochromatin. അങ്ങനെയാണെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്താ പറയുന്നത്? യൂക്രോമാറ്റിൻ എന്നാ പറയുന്നത്. യൂക്രോമാറ്റിൻ ആൻഡ് heterochromatin. സോ എക്സ്ട്രീം ആയിട്ടുള്ള heterochromatin അല്ലെങ്കിൽ എക്സ്ട്രീം കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോം ആയിട്ട് ഒരെണ്ണത്തിനെ മാറ്റിവെക്കും. 2 എക്സ് ഉള്ളതിനകത്ത് ഒരെണ്ണത്തിനെ പെർമനന്റ് ആയിട്ട് ഇനാക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടെക്നോളജി, ഒരു മെക്കാനിസം ആണ് ഹ്യൂമൻ ബീയിങ്സിനകത്ത് ഫീമെയിൽസിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. In case where the multiple X chromosomes are present, all but one are inactivated. ഇവിടെ പറയുന്നുണ്ട് in case multiple chromosomes ഉണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഫീമെയിൽസിന് 2 എക്സും മെയിലിന് 1 എക്സും 1 വൈയും ആണ് ഉള്ളതെന്നാണ് വിചാരിക്കുന്നത്. But there are different types of males and females among human beings also. Means എക്സ് 2x അല്ലാതെ 3x ഉള്ള ഫീമെയിൽസ് ഉണ്ട്, 4x ഉള്ള ഫീമെയിൽസ് ഉണ്ട്. അങ്ങനെ എത്ര എക്സ് വേണമെങ്കിലും ഉള്ള ഫീമെയിൽസ് വരാം. ബട്ട് എങ്ങനെയായിരിക്കും? ഓൾ ദാറ്റ് ഫീമെയിൽസ് വുഡ് ബി അബ്നോർമൽ ആയിരിക്കും, അത് ഫങ്ഷണൽ ആയിരിക്കില്ല. അതേസമയം 2x ആണെങ്കിൽ അത് ഫങ്ഷണൽ ആയിട്ടുള്ള നോർമൽ ഫീമെയിൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മെയിൽസിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന XY എന്ന് പറയുന്നത് 2 എണ്ണമേ ഉണ്ടാവൂ എന്നാണ്. അല്ല, അതിനകത്തും നമ്പർ ഓഫ് എക്സ് കൂടാം, നമ്പർ ഓഫ് Y കൂടാം. ഇഫ് ദ നമ്പർ ഓഫ് എക്സ് വുഡ് ബി ഇൻക്രീസ്ഡ്, എന്തായി മാറും? നോർമൽ, the males never would be a normal male. അതെന്തായിട്ടായിരിക്കും മാറുന്നത്? ഒരു അബ്നോർമൽ മെയിൽ ആയിട്ട്, ഒരു ഇമ്പോർട്ടന്റ്, ഒരു സ്റ്റെറൈൽ മെയിൽ ആയിട്ട് മാറും. അപ്പോൾ ഒരു കാണുമ്പോൾ മെയിലായിട്ട് തന്നെ തോന്നുമായിരിക്കാം, അല്ലെങ്കിൽ കാണുമ്പോൾ ഫീമെയിൽ ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷേ അതെന്തായിരിക്കില്ല? ഒരു നോർമൽ ആയിട്ടുള്ള, ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള മെയിലോ ഫീമെയിലോ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള മെയിൽസിനകത്തും ഫീമെയിൽസിനകത്തും നമ്പർ ഓഫ് ഈ ഇനാക്ടിവേറ്റഡ് എക്സ് ക്രോമസോംസ് കൂടുതലായിരിക്കും. ഈ 3 എക്സ് ക്രോമസോംസ് ഉള്ള ഒരു ഫീമെയിൽ ആണ് വരുന്നതെങ്കിൽ അവിടെ ഒരു എക്സ് ക്രോമസോം മാത്രം എന്തായിട്ടുണ്ടാവും?
ആക്റ്റീവായിട്ട് ഉണ്ടാകും. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒന്നൊഴിച്ച് ബാക്കിയുള്ളതിനെ എല്ലാം ഇനാക്റ്റീവായിട്ട് വെക്കും, കണ്ടൻസ് ചെയ്ത് വെക്കും. അത് മെയിൽസിലായാലും കൊള്ളാം, ഫീമെയിൽസിലായാലും കൊള്ളാം. ഒരെണ്ണം മാത്രം ആക്റ്റീവായിട്ട് വെക്കുക, ബാക്കിയുള്ളതിനെ എല്ലാം ഇനാക്ടിവേറ്റഡ് ആക്കി കണ്ടൻസ്ഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ടെക്നോളജി മെക്കാനിസം ആണ് ഡോസേജ് കോമ്പൻസേഷൻ അകത്ത് മാമൽസിനകത്ത് നടക്കുന്നത്. ഇവിടെ ഒരു മാമൽസിന് ഒരു എം കുറവുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് 2 എം ഇട്ട് വായിച്ചോണം. അപ്പൊ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് എവിടെ വരുന്നത്, ഈ മാമൽസിനകത്ത് സംഭവിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന എക്സ് ക്രോമസോം കണ്ടൻസ്ഡ് ആക്കി വെക്കുന്നത്, ഹെറ്ററോക്രോമാറ്റിനൈസ്ഡ് ആക്കി വെക്കുന്ന ക്രോമസോമിനെ, എക്സ് ക്രോമസോമിനെ ആണ് എന്തെന്ന് പറയുന്നത്, ബാർ ബോഡി എന്ന് പറയുന്നത്. ഇനാക്റ്റീവ് ആണ്, അത് വളരെ എന്താണ് കണ്ടൻസ്ഡ് ആയിട്ട് അതിനെ ഒതുക്കി കയറ്റി, ഇനി അനങ്ങാൻ പറ്റത്തില്ല, അതിനെ ഇടിച്ചമുക്കി ഒതുക്കി കയറ്റി വെച്ചേക്കാണ്, ചലിക്കാൻ പറ്റാത്ത രീതിയിൽ. അതുകൊണ്ടാണ് എക്സ്ട്രീംലി ഹെറ്ററോക്രോമാറ്റിനൈസ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോ ഇനി എന്താണ് നമ്മൾ ലയൺ ഹൈപ്പോത്തസിസ് പറയുന്നതെന്ന് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഗതി തന്നെയാണ് ഈ പറയുന്നത്. എന്താ നോക്കിക്കേ, ദ എക്സ്ട്രീം ഹെറ്ററോക്രോമാറ്റിനൈസേഷൻ ഓഫ് ദ സെക്സ് ക്രോമാറ്റിൻ ഈസ് കോൾഡ് ലയണൈസേഷൻ. മനസ്സിലായോ? ലയണൈസേഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, എക്സ്ട്രീം ആയിട്ടുള്ള ഹെറ്ററോക്രോമാറ്റിനൈസേഷൻ അല്ലെങ്കിൽ കണ്ടൻസേഷൻ ആണ് ഒരു ഡോസേജ് കോമ്പൻസേഷൻ അകത്ത് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് ടൈപ്പ് ഓഫ് എക്സ്ട്രീം ഹെറ്ററോക്രോമാറ്റിനൈസേഷൻ ഓഫ് ദ സെക്സ് ക്രോമാറ്റിൻ, കളയരുത്, സെക്സ് ക്രോമാറ്റിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഹെറ്ററോക്രോമാറ്റിനൈസേഷനെ ആണ് ലയണൈസേഷൻ എന്ന് പറയുന്നത്. And the inactivation of X chromosome by lionization is called X inactivation. അതിന് വേറൊരു പേരും പറയുന്നുണ്ട്. എന്താണ്? inactivation of X chromosome ആണ്. അത് lionization എന്ന് പറയുന്ന അല്ലെങ്കിൽ heterochromatinisation എന്ന് പറയുന്ന എക്സ്ട്രീം കണ്ടീഷൻ വെച്ചാണെങ്കിൽ that is called X inactivation എന്ന് പറയും. അപ്പൊ ലയൺ ഹൈപ്പോത്തിസിസ് പറയുന്നത് എക്സ്ട്രീം ഹെറ്ററോക്രോമാറ്റിനൈസേഷൻ ഓഫ് സെക്സ് ക്രോമാറ്റിൻ ആണ്, അതിനെ X inactivation എന്നും പറയും. ഇത് ആരാണ് പറഞ്ഞത്? മേരി ലയൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് ആണ് ഈ ഹൈപ്പോത്തസിസിന് എന്ത് പേര് വന്നത്? ലയൺ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ലയൺ എഴുതുമ്പം നമ്മളുടെ വൈൽഡ് ലയണിന്റെ പേര് എഴുതി വെക്കരുത്, ആ സ്പെല്ലിംഗ് എഴുതരുത്. ഇൻസ്റ്റെഡ് ഓഫ് ഐ ഹിയർ വൈ, യു മസ്റ്റ് റിമെമ്പർ ദിസ് spelling Lyon. Lion. Hypothesis is also called single active X chromosome hypothesis എന്നും പറയും. ഇതിന് വേറൊരു പേര് കൊടുത്തേക്കുന്നത് എന്താണ്? സിംഗിൾ ആക്റ്റീവ് എക്സ് ക്രോമസോം ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എത്ര എക്സ് ക്രോമസോം ഉണ്ടായിക്കോട്ടെ, ഒരെണ്ണത്തിന് മാത്രം ആക്റ്റീവായിട്ട് നിലനിർത്തുകയും ബാക്കിയുള്ളതിന് മൊത്തവും എന്താക്കി മാറ്റും? കണ്ടൻസ്ഡ് ആയിട്ട് മാറ്റും. അതുകൊണ്ടാണ് ഇതിന് സിംഗിൾ ആക്റ്റീവ് എക്സ് ക്രോമസോം ഹൈപ്പോത്തസിസ് എന്നും പേര് പറഞ്ഞേക്കുന്നത്. It is the concept that dosage compensation in mammals is accomplished by the lionization or inactivation of all but one X chromosome in each somatic cell of females. എല്ലാ സെല്ലിനകത്തും ഏത് സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഓർഗാനിസത്തിനകത്ത് ഒരു എക്സ് ക്രോമസോം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇനാക്റ്റീവ് ആയിരിക്കും. ഇൻ മാമൽസ് ഓൺലി ദ ലോങ് ആം ഓഫ് ദ എക്സ് ക്രോമസോം ഈസ് എൻറ്റയർലി ഇനാക്ടിവേറ്റഡ് റാദർ ദാൻ ഹോൾ എക്സ് ക്രോമസോം. ഇവിടെ പറയുന്ന എന്താണ്? എക്സ് ക്രോമസോമിന് ഒരു ആം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എക്സ് ക്രോമസോമിന്റെ ഒരു ആമിന് ലെങ്ത് കൂടുതലും ഒരാമിന് ലെങ്ത് കുറവുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് കൂടുതലുള്ള ആമിനെ, ലോങ് ആം ഓഫ് ദ എക്സ് ക്രോമസോമിനെ എന്താണ് ചെയ്തേക്കുന്നത്? എൻറ്റയർലി ഇനാക്ടിവേറ്റഡ് റാദർ ദാൻ ദ ഹോൾ എക്സ് ക്രോമസോം. ഈ എക്സ് ക്രോമസോമിനെ മൊത്തമായിട്ടും ഇങ്ങനെ എക്സ്ട്രീം ആയിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യുന്നതിൽ പകരം എക്സ് ക്രോമസോമിന്റെ ലോങ്ങർ ആമിനെ കൂടുതൽ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് റീസൺ എന്നും അവർ പറയുന്നുണ്ട്. മൈറ്റ് ബി ദാറ്റ് ദ ഇനാക്ടിവേഷൻ ഓഫ് ദ എൻറ്റയർ എക്സ് ക്രോമസോം വുഡ് മേക്ക് ആൻ XX ഫീമെയിൽ വിർച്വലി XO. അപ്പൊ എന്താണ്? കംപ്ലീറ്റ് എക്സ് ക്രോമസോമിനെയും ഇനാക്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഹൈലി കണ്ടൻസ്ഡ് ആയിട്ട് വെക്കുവാണെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് മേക്ക് ആൻ XX ഫീമെയിൽ വെർച്വലി XO ആയി മാറിപ്പോകും. അങ്ങനെയുള്ള സാധ്യത ആയിരിക്കാം ഇതിനെ എങ്ങനെ കൊണ്ടുവന്നേക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ലോങ്ങർ ആമിനെ കൂടുതൽ കണ്ടൻസ്ഡ് ആയിട്ടും
മറ്റേ ആമിനെ ലെസർ കണ്ടൻസ്ഡ് ആയിട്ടുമാണ് വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. അതിനുള്ള കാരണം ഇതായിരിക്കാം എന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. കുറച്ച് പാർട്ടിനെ ഇനാക്ടിവേഷൻ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് എക്സോയുടെ ഒരു എഫക്റ്റിലേക്ക് പോകും. എക്സോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ അബ്നോർമൽ കണ്ടീഷൻ ഇൻ ഫീമെയിൽ ആൻഡ് ഇറ്റ് വുഡ് ബി എ സ്റ്റെറൈൽ ഫീമെയിൽ ആയിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ ഡോസേജ് കൂടുതലുള്ളത് ലോങ്ങർ ആമിലായിരിക്കണം. അതുകൊണ്ടാണ് അതിനെ കൂടുതലായിട്ടും എന്ത് ചെയ്ത് വെച്ചേക്കുന്നത്, കണ്ടൻസ് ചെയ്ത് വെച്ചേക്കുന്നത്. വൺസ് ആൻ എക്സ് ക്രോമസോം ഹാസ് ബിക്കം heterochromatinised and inactivated, it continues to be inactive in the daughter cell also. ഇനി നമുക്കറിയാം എല്ലാ സെൽസും എന്താണ്, ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ വി നോ ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് the division or mitosis or cell division, mitosis and meiosis. രണ്ടിനകത്ത് നമുക്ക് ഇതിന്റെ ഡിവിഷന്റെ കാര്യം നമുക്കറിയാം. പക്ഷേ ഒരു സെല്ലിനകത്ത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന എക്സ് ക്രോമസോം ആക്റ്റീവ് ആകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്? ഡ്യൂറിങ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷന്റെ സമയത്ത് ഈ ഇനാക്ടിവേഷൻ, നമുക്കറിയാം പ്രോഫേസിനകത്ത് ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും എന്തായിട്ട് മാറും? ഇനാക്റ്റീവായിട്ട് മാറും. കാരണം എന്താണ്? ഈ എക്സ് ക്രോമസോമിനും അടുത്ത സെല്ലിനകത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇത് ഇനാക്റ്റീവ് ആണെങ്കിലും അതിന്റെ അടുത്ത ഡോട്ടർ സെല്ല് വരുമ്പോഴും വീണ്ടും എന്ത് സംഭവിക്കും? ഇത് ഇനാക്റ്റീവായിട്ട് തന്നെ തിരിച്ചു പോകും. ആ സെല്ലുകൾക്കകത്തും ഒരു എക്സ് ക്രോമസോം മാത്രമേ ആക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ സെല്ലും ഡിവൈഡ് ചെയ്യുമ്പം ഇതിനെ യൂക്രോമാറ്റിനാക്കിയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കിയതിന് ശേഷം അടുത്ത ക്രോമസോമിനകത്തേക്ക്, അടുത്ത സെല്ലിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ സെല്ലിൽ ചെന്നാലും ഇത് എന്തായിട്ട് മാറിയിരിക്കും? ഇനാക്റ്റീവായിട്ട് മാറിയിരിക്കും. എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ ഓൾ ദ സെൽസ് പ്രസന്റ് ഇൻ എവറി mammals, only one X chromosome is active in each and every cell. എല്ലാത്തിനകത്തും ഒരൊറ്റ എക്സ് ക്രോമസോം മാത്രം ആക്റ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാത്തിനെയും എന്താക്കി വെക്കും? ഇനാക്ടിവേറ്റ് ആക്കി വെക്കും. അതാണ് ലയൺ ഹൈപ്പോത്തസിസ് പറയുന്നത്. ദ സൈറ്റോളജിക്കൽ എവിഡൻസസ് ഓഫ് ദിസ് ഇനാക്ടിവേഷൻ വുഡ് ബി ദ ബാർ ബോഡീസ്. അതാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ ഡോസേജ് കോമ്പൻസേഷനും ലയൺ ഹൈപ്പോത്തസിസും പറയുന്നു, ഇങ്ങനെ ഡോസേജിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു, ഇനാക്ടിവേറ്റഡ് ആക്കി വെക്കുന്നു ക്രോമസോമിനെ എന്ന് ഡോസേജ് കോമ്പൻസേഷനിൽ പറയുമ്പോൾ ലയൺ ഹൈപ്പോത്തസിസ് പറയുന്നു അത്തരത്തിൽ എക്സ്ട്രീം ആയിട്ട് കണ്ടൻസ് ചെയ്ത് വെച്ചേക്കുന്ന ക്രോമസോമിനെ അവര് ലയണൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൽ പറയുന്നു. ഇതിനെ സിംഗിൾ ആക്റ്റീവ് എക്സ് ക്രോമസോം എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇനാക്ടിവേറ്റ് ചെയ്ത് വെക്കുന്ന ക്രോമസോമിനെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? there is cytological evidence and that evidence that an inactivated chromosome is seen as Barr bodies. അങ്ങനെയുള്ളതിനെയാണ് ബാർ ബോഡി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ബാർ ബോഡിയെയാണ് ആര് കണ്ടുപിടിച്ചേക്കുന്നത്? മുറേ ബാർ ആൻഡ് ബെർട്രാം എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ in 1949 ബാർ ബോഡീസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സെക്സ് ക്രോമാറ്റിൻ ബോഡി എന്നും പറയും. കാരണം എന്താണ്? വൺ ഓഫ് ദ എക്സ് ക്രോമസോം ആണ് ഇതുപോലെയുള്ള ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ക്രോമോസോം ആയിട്ട് മാറിയേക്കുന്നത്. അതിന്റെ സെക്സ് ക്രോമാറ്റിൻ ബോഡി എന്നാണ് അതിനെ പറയുന്നത്. അതൊരു ഇനാക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. സോ ബാർ ബോഡി ഈസ് ദ ഹൈലി ഹെറ്ററോക്രോമാറ്റിനൈസ്ഡ്. നമ്മൾ നേരത്തെയും പറഞ്ഞാൽ അവിടെ എന്താണ്, ലയൺസ് ഹൈപ്പോത്തസിസിലും ഇത് പറയുന്നുണ്ട്. ബാർ ബോഡി ഈസ് ദ ഹൈലി ഹെറ്ററോക്രോമാറ്റിനൈസ്ഡ്, ഹെറ്ററോപൈക്നോട്ടിക് എന്നതിന് വേറൊരു പേരും പറയുന്നുണ്ട്. ആൻഡ് ഇനാക്ടിവേറ്റഡ് മാസ് ഓഫ് സെക്സ് ക്രോമാറ്റിൻ. ഇനാക്ടിവേറ്റഡ് മാസ് ഓഫ് സെക്സ് ക്രോമാറ്റിൻ ആണ്. എവിടെയാണ്? ഫൗണ്ട് ഇൻ ദ ന്യൂക്ലിയൈ ഓഫ് ദ സൊമാറ്റിക് സെൽസ് ഓഫ് ഫീമെയിൽ മാമൽസ്. എല്ലാ സൊമാറ്റിക് സെൽസിനകത്തും സെക്സ് ക്രോമസോം എന്ന് പറയാം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗാമേറ്റിനകത്ത് വരാത്തത്? ഗാമേറ്റിനകത്ത് നമുക്കറിയാം എപ്പോഴും ഒരൊറ്റ പെയർ അല്ലെങ്കിൽ ഒരൊറ്റ സെറ്റ് ക്രോമസോം മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒരു എക്സ് ക്രോമസോമേ ഉണ്ടാകാൻ വഴിയുള്ളൂ. പിന്നെ മെയിൽസിനകത്താണെങ്കിലോ ചിലപ്പം എക്സ് ക്രോമസോമേ ഇല്ലാത്തത് വരാം. അവിടെ വൈ ക്രോമസോം മാത്രമായിരിക്കും വരുന്നത്, അല്ലെ? അപ്പൊ ഗാമേറ്റ് എന്ന് പറയുന്നതിനകത്ത് only one set of chromosome is present. There is no need of this type of Barr bodies or inactivated
എക്സ് ക്രോമസോം അവിടെ ഉണ്ടാവത്തില്ല. അവിടെ ഹാപ്ലോയിഡ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാവത്തില്ല. അതേസമയം ഡിപ്ലോയിഡ് കണ്ടീഷനിൽ ഇരിക്കുന്നിടത്താണ് ഒരെണ്ണം എന്താക്കി മാറ്റിവെക്കുന്നത്, ഹെറ്ററോക്രൊമാറ്റിനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ബാർ ബോഡിയാക്കി മാറ്റിവെക്കുന്നത്. അത് എല്ലാം സൊമാറ്റിക് സെൽസിനകത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ സൊമാറ്റിക് സെൽസ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതും വിട്ടുപോകണ്ട. ബാർ ബോഡീസ് കോമൺലി ഒക്കർ ഇൻ ദ ഇന്റർഫേസ് ന്യൂക്ലിയൈ ഇൻ ഫീമെയിൽസ്. കണ്ടോ, ബാർ ബോഡീസ് എവിടെയാ കാണുന്നത്, ഇന്റർഫേസ് ന്യൂക്ലിയയിലാണ്. വെച്ചാൽ ഡിവിഷൻ നടക്കാതിരിക്കുന്ന ന്യൂക്ലിയക്കകത്താണ്. അതിന് തൊട്ട് മുമ്പേ ഇരിക്കുന്നതിനകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റും ബാർ ബോഡീസ്, ബട്ട് നോട്ട് ഇൻ നോർമൽ മെയിൽസ്. നോർമൽ മെയിൽസിനകത്ത് ഉണ്ടാവത്തില്ല. പക്ഷെ എവിടെയാ, ഈ ഫീമെയിൽസിന്റെ എല്ലാ ഫീമെയിൽസിന്റെയും ഇന്റർഫേസ് ന്യൂക്ലിയക്കകത്ത് അൺഡിവൈഡ് ചെയ്തിരിക്കുന്നതിനകത്ത്, ഡിവൈഡിങ് ആയിട്ടിരിക്കുന്നതിനകത്തൊക്കെ ബാർ ബോഡീസ് ഉണ്ടാകാം. പക്ഷേ ഒരു നോർമൽ മെയിൽ ആണോ, എന്തുണ്ടാവത്തില്ല, ഒരൊറ്റ സെല്ലിനകത്ത് പോലും ഒരു ബാർ ബോഡി പോലും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇല്ല. ബട്ട് if the males are not a normal or it has more than one X chromosome, they also have എന്തുണ്ടാവും, ഈ ബാർ ബോഡി ഉണ്ടാകും. നമ്പർ ഓഫ് എക്സ് ക്രോമസോമിനെ ബേസ് ചെയ്തിരിക്കും. ഒന്നിനെ കുറച്ച്, 1 less than ആണ് വരുന്നത്, ഒരെണ്ണം മൈനസ് ചെയ്യും. ഇപ്പൊ ഒരു 4 എക്സ് ക്രോമസോം ഉണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും, 4 - 1 ആയിരിക്കും അതിനകത്തുള്ള ബാർ ബോഡി എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ടാവും അല്ലേ. The structural genes in the bar bodies are non-transcribing and non-functional and hence they will no longer be expressed. അത് സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത് ബാർ ബോഡിക്കകത്തുള്ള നോൺ ട്രാൻസ്ക്രൈബിങ്, നോൺ ഫങ്ഷണൽ. അത് നേരത്തെ പറഞ്ഞാണ്, മൊത്തം കണ്ടൻസ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, അത് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. എന്താണ്, ഒരു ഫംഗ്ഷനും ചെയ്യത്തില്ല എന്ന് വെച്ചാൽ അതിന് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. ഹ്യൂമൻ എന്താണ്, ഫീമെയിൽസിനകത്ത് ലൂക്കോസൈറ്റ്സ് ഡ്രം സ്റ്റിക്ക് ന്റെ ഷേപ്പിനകത്ത് കിടക്കുന്നതായിട്ട് ഒരു പിക്ചർ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തും കാണിച്ചിട്ടുണ്ട്. ലൂക്കോസൈറ്റിനകത്ത് അത് ഏതുമായിട്ട് അറ്റാച്ച്ഡ് ആണ്, ന്യൂക്ലിയർ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച്ഡ്. ദ ഡ്രംസ്റ്റിക് ലൈക്ക് ന്യൂക്ലിയർ അപ്പൻഡേജ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ന്യൂക്ലിയസ് ബൈ എ ത്രെഡ് ലൈക്ക് സ്റ്റോക്ക്. ന്യൂക്ലിയസിന്റെ മെംബ്രെയിനുമായിട്ട് അത് കണക്റ്റഡ് ആണ്. അതിനകത്ത് ഡ്രം സ്റ്റിക്കിന്റെ ഷേപ്പിലാണ് അതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെ ഈ പറഞ്ഞേക്കുന്ന ബാർ ബോഡിയെ കാണാനായിട്ട് സാധിക്കുന്നത്. There is a definite correlation between the number of bar bodies and the number of functional X chromosomes. ഇതിനകത്തെ എക്സ് ക്രോമസോമിന്റെയും അതുപോലെ ബാർ ബോഡീസിന്റെയും നമ്പറുകൾക്ക് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ഒരു കോറിലേഷൻ ഉണ്ട്. എന്താണ്, ദ നമ്പർ ഓഫ് ബാർ ബോഡീസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എ സെൽ ഈസ് ഓൾവേസ് 1 less than the number of functional X chromosome. എപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ലെസ് ആയിരിക്കും. എത്ര എക്സ് ക്രോമസോം ഉണ്ടോ അതിൽ നിന്ന് ഒരെണ്ണം കുറവായിരിക്കും ബാർ ബോഡിയുടെ എണ്ണം. ആ ഒരെണ്ണമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. എന്താണത്, അതാണ് ആക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോം. അതിനാണ് ഇതിനെയൊക്കെ തന്നെ, ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ തന്നെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. എക്സ് ക്രോമസോമിനകത്ത് സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനുകൾ മാത്രമല്ല, സെക്സിനെ ഡിറ്റർമിൻ ചെയ്യാത്ത മറ്റ് ഓട്ടോസോമൽ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസിനകത്തുള്ള ജീനുകൾ ചെയ്യുന്ന പോലെയുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന ജീനുകളുമുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കളർ ബ്ലൈൻഡ്നെസ്സും ഹീമോഫിലിയയും എന്ന് പറഞ്ഞ് 2 ഡിസോർഡേഴ്സും അതിനകത്ത് തന്നെ നമ്മൾ എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അത് മാത്രമാണോ ഉള്ളത്? അത് മാത്രവുമല്ല, ധാരാളം ജീനുകൾ അതിനകത്ത് മറ്റ് ക്യാരക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇരിപ്പുണ്ട്. എന്തിന് പുറമെയാണ്, ഇൻ അഡീഷൻ ടു ദ സെക്സ് ഡിറ്റർമിനിങ് ക്യാരക്ടേഴ്സ്, ജീനുകൾ അതിനു പുറമെ ഒരുപാടെണ്ണം കാണുന്നുണ്ട്. XX ഫീമെയിലിനകത്ത് ഒരു ബാർ ബോഡി ഉണ്ടാകും, XYക്കകത്ത് നോ ബാർ ബോഡീസ് ആണ്. നോക്കൂ, ഇവിടെ നോക്കൂ, 3 X കാണിച്ചിട്ടുണ്ട്, ഇവിടെ 2 ബാർ ബോഡി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതിനെ മെറ്റാ ഫീമെയിൽ എന്ന് പറയുന്നുണ്ട്. വിത്ത് മെന്റൽ അബ്നോർമാലിറ്റീസ്. ഇവർക്ക് ബോഡിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, പക്ഷെ മെന്റൽ അബ്നോർമൽ ആയിരിക്കും എന്നാ പറയുന്നത്. നോക്കിക്കേ, ഇപ്പൊ സംഭവിച്ചത് എന്താണ്, ഒരു എക്സ് ക്രോമസോം നമ്മൾ എന്തെങ്കിലും അധികപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കും, അത് കൂടുതൽ നല്ലതാണല്ലോ, ഒന്നിന് പ്രശ്നം വന്നാൽ മറ്റേതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഇവിടെ അതിന് വിരുദ്ധമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് അധികമുണ്ട് എങ്കിൽ നോർമൽ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് പോയി മെന്റൽ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ആണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇനി ആയിക്കോട്ടെ, ഒരു എക്സ് ക്രോമസോം മതി, ഒരു പ്രശ്നവുമില്ല, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോകും. ഒരെണ്ണം എക്സ്ട്രാ ഉള്ളതിനെ തന്നെ
ബാർ ബോഡിയാക്കി മാറ്റി വെച്ചേക്കാണ് XX ഫീമെയിൽ എന്ന് പറയുന്നിടത്ത്. എങ്കിൽ ദേണ്ട ഇവിടെ ഒരു എക്സോ വന്നു കഴിഞ്ഞാൽ ഒരു വിഷയവും ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ നോ ബാർ ബോഡിയാണ്. പക്ഷേ ഇവിടെയും എന്താണ് അബ്നോർമൽ ആയിട്ടുള്ള എന്താണ് ഒരു ഫീമെയിൽ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ പറയുന്ന ഒരു പ്രത്യേക പേരും പറയുന്നുണ്ട്, ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു എക്സ് ക്രോമസോം എന്ന് പറയുന്നത് ബാർ ബോഡി ആയിട്ട് നിലനിർത്തുക എന്ന് പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനും സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നാണ് ഇവിടെ തെളിവാകുന്നത് അല്ലേ. എക്സ് ഒ എന്ന് പറഞ്ഞു വന്നാലും അബ്നോർമൽ ആയി പോകും, നോ ബാർ ബോഡി, ടർണേഴ്സ് സിൻഡ്രോം വരും. ഇനി നോക്കൂ, മെയിൽസിനകത്ത് നമ്മൾ ഇവിടെ XY നോ ബാർ ബോഡി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ XXYയിൽ മെയിലാണ് വരുന്നത്, പക്ഷെ അവിടെ ഒരു 1 ബാർ ബോഡി വരുന്നുണ്ട്. ഇതും not a normal condition and it is considered as another one abnormal condition called Klinefelter syndrome എന്ന് പറയും. അപ്പം മെയിൽസിനകത്ത് ബാർ ബോഡി വരാനേ പാടില്ല. ഫീമെയിൽസിനകത്ത് ബാർ ബോഡി ഒരെണ്ണമെങ്കിലും ഉണ്ടാവണം അല്ലേ. ഒരെണ്ണമെങ്കിലും അല്ല, ഒരെണ്ണം മതി, ഒന്നിൽ കൂടുതൽ വന്നാലും അബ്നോർമൽ ആണ്. അപ്പൊ നോർമൽ കണ്ടീഷനിൽ ഫീമെയിലിനകത്ത് ഒരു ബാർ ബോഡി ഉണ്ടായിരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. അതേസമയം ഒരു മെയിൽസ് നോർമൽ ആണെങ്കിൽ അതിനകത്ത് ബാർ ബോഡിയേ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതും എന്താണ് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബാർ ബോഡീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെയൊക്കെ. ഇനാക്ടിവേഷൻ, അപ്പൊ ഇവിടെ നോക്കൂ, ഇതിനെ സൂപ്പർ ഫീമെയിൽ എന്നാ പറയുന്നത്. ഡോസേജിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഡോസേജ് കോമ്പൻസേഷൻ, നമ്മൾ അവിടെ ഒരു റേഷ്യോയുടെ കാര്യം പറഞ്ഞു. ഇവിടെ XX ഫീമെയിൽ വരുമ്പം 2/2 ആണ്. 2 എന്താണ്, ഓട്ടോസോം പെയർ ആണ് വരുന്നത് അല്ലേ. അത് 2 തന്നെ എഴുതുക. അപ്പൊ 2/2 1 ആന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിലോ 1/2 എന്ന് പറയുന്ന 0.5 ആണെന്ന് പറഞ്ഞു. രണ്ടും എന്താണ് നോർമൽ ആണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, എന്താണ് 3 ആണ്. അപ്പൊ 3/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, 1 പോയിന്റ് ആണ് വരുന്നത് അല്ലെ. 1ന് മുകളിലേക്കുള്ള ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ അത് എന്താവത്തില്ല, സൂപ്പർ ഫീമെയിൽ ആകും. മെയിൽ നോർമൽ ഫീമെയിൽ ആവത്തില്ല, എന്തായിട്ട് മാറും, സൂപ്പർ ഫീമെയിൽ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇത് 4x ഉണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ 4x എന്ന് പറയുന്നത് 4/2 ആണ്. 4/2ന്റെ ആൻസർ എത്രയാണ് വരുന്നത്, നമ്മൾ 1 എന്നാണോ എഴുതുന്നത്, 2 എന്ന് എഴുതും. അതും 1ന് മുകളിലാണല്ലോ. അപ്പൊ അതെന്തായിരിക്കും, അതും സൂപ്പർ ഫീമെയിൽ ആയിരിക്കും. അപ്പൊ 1ന് മുകളിലേക്ക് വരുന്നതൊക്കെ തന്നെ സൂപ്പർ ഫീമെയിലുമാകും. അതേപോലെ ഏതാണ്ട് ഇവിടെ ഇനി മെയിലിന്റെ കാര്യം നമുക്ക് നോക്കാം. XY എന്ന് പറയുമ്പോൾ 1/2 ആണ്, 0.5 ആണ്. ഇനി 2x ഉണ്ടെങ്കിലോ, അപ്പൊ 2/2 ആണ്. 2/2 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, 1 വരും. മെയിൽസിനകത്ത് 1 വരാൻ പാടുണ്ടോ, പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ട് മാറും, അത് ഈ പറയുന്ന പോലെ സൂപ്പർ മെയിൽസ് ആയിട്ട് മാറിപ്പോകും. പക്ഷേ അതും എന്ത് കണ്ടീഷനാണ്, അബ്നോർമൽ കണ്ടീഷനാണ്. ഒരിക്കലും ഒരു സൂപ്പർ മെയിലും സൂപ്പർ ഫീമെയിലും ഒന്നും എവിടെ ആവശ്യമില്ല, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ആവശ്യമില്ല എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർത്ത് വെച്ചേക്കേണ്ട കാര്യമാണ്. സൂപ്പർ മെയിൽസും സൂപ്പർ ഫീമെയിൽസും ഒന്നും നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ആവശ്യമില്ലാത്ത കാര്യമാണ്. Okay, then inactivation of the additional X chromosome is a random process. അത് വളരെ ഒരു രസകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഇപ്പം ആലോചിച്ച് നോക്കൂ, എക്സ് ക്രോമസോം ഒരെണ്ണം അച്ഛൻ്റെ അടുത്തുനിന്നും ഒരെണ്ണം അമ്മയുടെ അടുത്തുനിന്നുമാണ് ഫീമെയിൽസിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ക്രോമസോമിൽ അച്ഛൻ്റെ അടുത്തുനിന്ന് വന്നതിനെയാണോ അമ്മയുടെ അടുത്തുനിന്ന് വന്നതിനെയാണോ ഇനാക്ടിവേറ്റ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കൂ. ഏതായിരിക്കാം വരുന്നത്? ഈ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത് ഏർലി പീരീഡിൽ നടക്കുന്നതാണ്. ഏർലി എംബ്രിയോണിക് കണ്ടീഷനിൽ, ഏർലി ഡിവിഷൻ, സൈഗോട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻസ് എല്ലാം പിന്നെ വരുന്ന സൈഗോട്ട് തൊട്ട് ഡിവൈഡ് ചെയ്യുന്ന എല്ലാം മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് അല്ലെ. ഗമേറ്റിനകത്ത് മാത്രമേ മിയോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അപ്പോൾ ആ ഏർലി പീരീഡിലുള്ള ക്ലീവേജ് നടക്കുന്ന സമയത്ത് തന്നെ മൈറ്റോട്ടിക് ഡിവിഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും, ഒരു എക്സ് ക്രോമസോം എന്തായിട്ട് മാറും, ആ ഇനാക്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബാർ ബോഡി ആയിട്ട് മാറും. ഏത് എക്സ് ക്രോമസോം, അമ്മയുടെ അടുത്ത് നിന്ന് വന്നതാണോ അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്നതാണോ, നോ ഡൗട്ട് നേച്ചറിന്റെ ഒരു കളി അല്ലെങ്കിൽ ഒരു വികൃതി അല്ലെങ്കിൽ അതിന്റെ ഒരു ഈക്വലൈസേഷൻ ആലോചിച്ച് നോക്കാം നമുക്ക്. മെയിലിന്റെയും ഫീമെയിൽ അല്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും അടുത്തുനിന്ന് വന്നിരിക്കുന്ന എക്സ് ക്രോമസോമിനെ ഈക്വൽ ആയിട്ടാണ് അവര് ബാർ ബോഡി ആക്കി മാറ്റി വെക്കുന്നത്. ഈക്വൽ എന്ന് പറയുമ്പോൾ റാൻഡം പ്രോസസ് ആണ്. അത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ, അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50% ഓഫ് എക്സ് ക്രോമസോം ഫ്രം ഫീമെയിലിനെയും ബാക്കി 50% ഓൾമോസ്റ്റ്
50% അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്ന ക്രോമസോമിനെ എക്സ് ക്രോമസോമിനെയും ഓഫ് ചെയ്ത് വെക്കും. ഓഫ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനാക്ടിവേറ്റ് ചെയ്ത് വെക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ബാർ ബോഡിയാക്കി മാറ്റി വെക്കും. അല്ലാതെ അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് ബാർ ബോഡിയാക്കി, അല്ലെ അമ്മയുടെ അടുത്ത് നിന്ന് വന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് ബാർ ബോഡിയാക്കി എന്നൊരു കണ്ടീഷൻ അല്ല. പകുതി വീതം തന്നെ നേച്ചർ ഓഫാക്കി മാറ്റി വെക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഏത് സെല്ലാണോ അതിനെ എക്സ് ക്രോമസോമിനെ പിന്നെ എന്താണ് ബാർ ബോഡിയാക്കി വെച്ചേക്കുന്നത്, ആ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് പോകുന്ന എല്ലാ സെല്ലിനകത്തും അതേ എക്സ് ക്രോമസോമുകൾ ഓഫ് ആയിരിക്കും, ബാർ ബോഡി ആയിട്ട് തന്നെ നിലനിൽക്കും. ദ സ്ട്രക്ചറൽ ജീൻസ് ഇൻ എ ബാർ ബോഡി ആർ നോൺ ട്രാൻസ്ക്രൈബിങ് ആൻഡ് നോൺ ഫങ്ഷണൽ ആൻഡ് ഹെൻസ് ദേ വിൽ നോ ലോങ്ങർ ബി എക്സ്പ്രസ്ഡ്. അത് പിന്നെ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യത്തതേയില്ല. അത് എപ്പോഴും അടുത്തടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോഴും ഇതേപോലെ ബാർ ബോഡി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അടുത്ത ഓരോ സെൽ ഡിവിഷൻ വരുമ്പോഴും അത് ബാർ ബോഡി ആയിട്ട് തന്നെ ഇരിക്കും. Then see, what are the uses of bar body? ബാർ ബോഡിക്ക് ഇനി എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഉണ്ട്. അത് നേച്ചർ അറിഞ്ഞായാലും അറിയാതെ ആയാലും നേച്ചർ ചെയ്തു വെച്ചേക്കുന്നത് ജീനിക് ബാലൻസിന് വേണ്ടിയിട്ടാണ്. ഇവിടെ മനുഷ്യന്റെ കേസിൽ ഇത് വേറെ ചില കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്രദമായിട്ട് വരുന്നുണ്ട്. ബാർ ബോഡി ആക്കി വെച്ചേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്പീഷീസിന്റെ ഏത് സെക്സ് ആണെങ്കിലും സ്പീഷീസിന്റെ ക്യാരക്ടേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് എന്താണ് ഇതിന്റെ പ്രയോജനം? സെക്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളുടെ ക്ലാസ് റൂമിനകത്ത് നമ്മളുടെ സെക്സ് ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ചെയ്തു നോക്കാം. നമ്മളുടെ എസ്.എൻ. കോളേജിലുള്ള നമ്മുടെ 30C ലാബിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ്? നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് ചീക്ക് സെൽസിനെ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിനകത്ത് അതിൻ്റെ സ്ലൈഡിനകത്ത് വെക്കുക. അതിനെ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പിനകത്ത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് എന്തിനെ കാണാൻ സാധിക്കും? ഈ പറയുന്ന ബാർ ബോഡിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ മൈക്രോസ്കോപ്പിന് ആ പവർ ഉള്ള മൈക്രോസ്കോപ്പ് എടുത്തു വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ബാർ ബോഡിയുള്ള ഏതെങ്കിലും സെല്ലുകൾ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാം, അത് ഫീമെയിൽ ആണോ എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേസമയം മെയിൽസിന് ഒരു ബാർ ബോഡിയും ഇല്ലായിരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് മെയിൽസിന്റെ തന്നെയാണെന്ന്. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ് നമ്മുടെ കേസിൽ. അതേസമയം ഒരു ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ ആ കുട്ടിയുടെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ എങ്ങനെയാണ്? പ്ലസന്റയ്ക്കകത്ത് കിടക്കുന്ന എന്താണ് ഫ്ലൂയിഡിനകത്ത് കൊഴിഞ്ഞു വീണ് കിടക്കുന്ന സെല്ലിനെ എടുത്തതിന് ശേഷം അതിനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാർ ബോഡി കണ്ടാൽ നമുക്ക് മനസ്സിലാകും കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകും. അതൊക്കെ എക്സ്ട്രീം ക്ലിനിക്കൽ കണ്ടീഷൻസ് ആണ്, ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലേ? അപ്പോൾ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചില കണ്ടീഷനിൽ ചില പാരന്റൽ എന്താണ് ഇൻഹെറിറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലെനിഫെൽറ്റർ സിൻഡ്രോമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെയിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടാണ് ഹീമോഫിലിയ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ മെയിലിനകത്ത് റീഅപ്പിയർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് നോർമൽ ആണോ അബ്നോർമൽ അല്ലെങ്കിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കണ്ടുപിടിക്കാം. അതല്ല എങ്കിൽ ഈ പറയുന്ന പിന്നെ ക്ലെനിഫെൽറ്റർ സിൻഡ്രോമോ അതല്ലെങ്കിൽ ടർണർ സിൻഡ്രോമോ ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഫാമിലി ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളാണോ ഈ വരുന്നതെന്ന് കാണാൻ പറ്റും. അതുമല്ല എങ്കിൽ അമ്മയുടെ ഏജ് ഒരു പ്രശ്നമാണ് കുട്ടികൾക്ക് അബ്നോർമാലിറ്റി ഉണ്ടാകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ലേറ്റായിട്ട് മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലേറ്റായിട്ട് കുട്ടിയെ കൺസീവ് ചെയ്ത ഒരു പേരൻസിനുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് ഈ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി നോർമൽ ആയിട്ടുള്ളതാണോ അബ്നോർമൽ ആയിട്ടുള്ളതാണോ എന്ന് അറിയാൻ പറ്റും. അതിന്റെ പ്രയോജനം എന്താണ്? വിത്ത് the support of the medical practitioner or doctor എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെ ഈ കുഞ്ഞ് അബ്നോർമൽ ആണെങ്കിൽ വേണമെങ്കിൽ അതിനെ നമുക്ക് അബോർട്ട് ചെയ്യാനും സാധിക്കും ഇല്ലേ? Then see what is another one identification. അതാണ് പറയുന്നത് abnormal genetic conditions and diagnosis of genetic diseases characterized by excessive or deficient X chromosome. അങ്ങനെയുള്ളത് വരുവാണെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതാണ് ബാർ ബോഡിയുടെ യൂസസ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പോൾ എന്തൊക്കെയായിരുന്നു? ആദ്യം പഠിച്ചത് ജീനിക് ബാലൻസ് തിയറി, അത് കഴിഞ്ഞ് ഡോസേജ് കോമ്പൻസേഷൻ ആൻഡ് ലയൺ ഹൈപ്പോതെസിസ് പറഞ്ഞു. പിന്നെ പറയുന്നത് ബാർ ബോഡീസ് ആൻഡ് സെക്സ് ക്രോമാറ്റിൻ ബോഡി എന്ന് പറഞ്ഞു. ഇത് ഈ പറഞ്ഞേക്കുന്ന ഈ 3 സ്ലൈഡിനകത്തുണ്ടായിരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ 4 സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. ഈ 4 കാര്യങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ്. എല്ലാം വളരെ
വളരെ വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നിൻ്റെ തന്നെ പല പല രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് മറക്കരുത്. കൃത്യമായിട്ടും ഇതിൻ്റെ എല്ലാ ടേംസും അതിൻ്റെ ക്യാരക്ടേഴ്സും ഒക്കെ പഠിക്കണം. വളരെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. ചെറിയ ചെറിയ മാർക്കിന് 1 മാർക്ക് തൊട്ട് ഇതിനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ആനിമൽ എന്ന് പറഞ്ഞ് യൂഷ്വലായിട്ട് എസ്സേ ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ട പോർഷനാണ്. അത് ആരും